ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് വൈ ഈസ് ഡ്രോൺ പാരലൽ ടു ദ ബേസ് ബി സി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി കട്ടിംഗ് എ ബി അറ്റ് എക്സ് ആൻഡ് എ സി അറ്റ് വൈ ഇഫ് എ ബി ഈക്വൽ ടു 4bx ആൻഡ് വൈ സി ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. എ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സി, അതിൽ എന്താ പറയുന്നത്, എക്സ് വൈ ഇസ് ഡ്രോൺ പാരലൽ, എക്സ് വൈ ആണ് പാരലായിട്ട് വരയുന്നത്. അത് എ ബിയിൽ എക്സ് എന്ന പോയിന്റിലും എ സിയിലും വൈ എന്ന പോയിന്റിലും ടച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ വൈ സി എന്ന് പറയുന്നത് നമുക്ക് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് 4bx ആണ്. എ ബി ഈക്വൽ ടു 4bx. അപ്പോൾ ഇവിടെ എക്സ് വൈ പാരലൽ ടു ബി സി ആണ്. എക്സ് വൈ പാരലൽ ടു ബി സി ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ബി പി ടി തിയറം, എക്സ് ബൈ എക്സ് ബി ഈക്വൽ ടു എ വൈ ബൈ വൈ സി. ഇവിടെ എ ബി ആണ് തന്നിട്ടുള്ളത്. എ ബി തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ വൈ ആണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എ എക്സ് ബൈ എ ബി ഈക്വൽ ടു, അതായത് ഇവിടെ വൈ സി ആണുള്ളത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബി എക്സ് ബൈ എ ബി ഈക്വൽ ടു, മൂന്ന് രീതിയിൽ ഇതിനെ എഴുതാൻ കഴിയും. ബി പി ടി തിയറം, ബി എക്സ് ബൈ എ ബി ഈക്വൽ ടു വൈ സി ബൈ എ സി, വൈ സി ബൈ എ സി. അപ്പോൾ ബി എക്സ് ബൈ എ ബി എന്ന് പറയുന്നത് എന്താണ്, 4bx ഈക്വൽ ടു വൈ സി 2 ആണ്, എ സി. അപ്പോൾ ഇവിടെ നമുക്ക് എ സി കിട്ടും. അതായത് 2 എ സി ഈക്വൽ ടു 1/4 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ സി എന്താണ്, എ സി 8. എ സി 8 ആണെങ്കിൽ എ സി 8 വൈ സി 2 ആണ്. അപ്പോൾ എ വൈ എന്തായിരിക്കും, 8 - 2 6 സെന്റിമീറ്റർ. എ വൈ ഈക്വൽ ടു 6 ആണ് വരിക. അതായത് മൊത്തം 8 ആണ്. അതിൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ വൈ കിട്ടും 6 സെന്റിമീറ്റർ. In a triangle ABC, D and E are points on sides AB and AC respectively. D and E are points on sides AB and AD respectively. DE parallel to BC ആണ്. AD is to DB എന്ന് പറയുന്നത് 3:1 ആണ്. അതായത് AD by DB ഈക്വൽ ടു 3/1. ഇവിടെ നമുക്ക് ഇ എ തന്നിട്ടുണ്ട്, എ സി ആണ് കാണേണ്ടത്. ഇ എ ഈക്വൽ ടു 3.3 ആണ്. അപ്പോൾ ഡി പാരലൽ ടു ബി സി ആണെങ്കിൽ ബൈ ബി പി ടി തിയറം നമുക്ക് എങ്ങനെ എഴുതാം, എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി. അപ്പോൾ എ ഡി ബൈ ഡി ബി എത്രയാണ്, 3/1 ഈക്വൽ ടു എ ഇ എന്ന് പറയുന്നത് 3.3 ആണ്. 3.3 ഡിവൈഡ് ബൈ ഇ സി. അപ്പോൾ നമുക്കിവിടെ ഇ സി എന്ന് പറഞ്ഞാൽ, അതായത് 3EC ഈക്വൽ ടു 3.3, ഇ സി ഈക്വൽ ടു 3.3/3. അപ്പോൾ 1.1 വന്നു. ഇ സി എന്നുള്ളത് 1.1 ആണ്. നമുക്ക് കാണേണ്ടത് ഇവിടെ എ സി ആണ്. എ സി എന്ന് പറയുന്നത് എന്താണ്, എ ഇ പ്ലസ് ഇ സി. എ ഇ 3.3 പ്ലസ് 1.1 എത്രയാണ്, 4.4 ആണ് ആൻസർ. 4.4. In triangles ABC and DEF, angle A equal to angle E equal to 40 degree, AB is to ED equal to AC is to EF, and angle F equal to 65 degree. Then angle B ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ AB by ED equal to AC by EF ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ട്രയാങ്കിൾ എങ്ങനെയാണ് സിമിലർ ആവുന്നത്, എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ. അതായത് ആംഗിൾ എ ആംഗിൾ ഇക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. എ ബി ബൈ ഇ ഡി ആണ്. എ ബി ബൈ ഇ ഡി ഈക്വൽ ടു എ സി ബൈ ഇ എഫ്. അപ്പോൾ എ ബി സി സിമിലർ ടു ഇ ഡി എഫ് ആണ്. കാരണം എ ബി ബൈ ഇ ഡി, എ സി ബൈ ഇ എഫ്. അതുപോലെ ആംഗിൾ എ ആംഗിൾ ഇക്കാണ് ഈക്വൽ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി ആണ്. ആംഗിൾ ബി കാണണമെങ്കിൽ ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ നമ്മൾ വരയുന്നു, എ ബി സി ഡി ഇ എഫ്, എ ബി സി ഡി ഇ എഫ്. ഇവിടെ ആംഗിൾ എയും ആംഗിൾ ഇയും 40 ഡിഗ്രിയാണ്, ഇത് 65 ഡിഗ്രിയാണ്. ഇപ്പൊ ആംഗിൾ സം പ്രോപ്പർട്ടിയിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ എഫ്. ആംഗിൾ ഇയും എഫ് എത്രയാണ്, 105 ആണ്. അപ്പോൾ 105 മൈനസ് ചെയ്യുക, 180 105 മൈനസ് ചെയ്യുമ്പോൾ 5 70
75 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡി ആണ് 75. ഡി തന്നെയാണ് എന്ത് ബി. ആംഗിൾ ഡിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ഡി നമുക്ക് 75 ആണ് കിട്ടുന്നത്. അത് തന്നെയായിരിക്കും ആംഗിൾ ബിയും. If triangle ABC and DEF are similar triangles such that angle A equal to 47 degree, angle E equal to 83 degree, then angle C. അപ്പോൾ ABCയും DEF സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ആംഗിൾ A 47 ഡിഗ്രിയാണ്. ആംഗിൾ A 47 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ DEF ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് ആംഗിൾ A ആംഗിൾ Dക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ ആംഗിൾ E എന്ന് പറയുന്നത് ആംഗിൾ Bക്ക് ഈക്വൽ ആയിരിക്കും. ആംഗിൾ E എന്ന് പറയുന്നത് 83 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും 83 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ C ആണ് കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ ആംഗിൾ C ഈക്വൽ ടു 180 മൈനസ് ഇതിന് രണ്ടിനെയും ടോട്ടൽ 47 പ്ലസ് 83 130. അപ്പോൾ 180 130 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 50. അപ്പോൾ 50 ആണ് ആംഗിൾ സി എന്ന് പറയുന്നത്. സിമിലർ ആയിട്ട് എങ്ങനെയാണ് ഏതെല്ലാം ആ പേര് കറക്റ്റ് ആയിട്ടാണ് എഴുതുന്നെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് ഗിവൺ ആണ് ട്രയാങ്കിൾ ABC DEFന് സിമിലർ ആണ്. അപ്പോൾ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. രണ്ട് സിമിലർ ട്രയാങ്കിൾസിൽ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ A ആംഗിൾ Dക്കാണ് ഈക്വൽ, ആംഗിൾ B ആംഗിൾ Eക്കാണ്, ആംഗിൾ C ആംഗിൾ Fനാണ് ഈക്വൽ. അടുത്തത് if triangle ABC is an equilateral triangle such that AD perpendicular to BC then AD square. അതായത് അവിടെ ABC എന്ന് പറയുന്നത് ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഈക്വലേറ്റർ ട്രയാങ്കിളിൽ AD പെർപെൻഡിക്കുലർ ടു BC ആണ്. AD പെർപെൻഡിക്കുലർ ടു BC ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ AD സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് AD പെർപെൻഡിക്കുലർ ടു BC ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയി. ഇവിടെ 90 ഡിഗ്രി ആയത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ആണ്. AB സ്ക്വയർ പൈതഗോറസ് തിയറം AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് AD സ്ക്വയർ ആണ്. AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ആൻസറിൽ ഇവിടെ CD മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് CD-യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ AB ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ എന്തെല്ലാം സൈഡ്സ് ഈക്വൽ ആയിരിക്കും. AB ഈക്വൽ ടു BC ഈക്വൽ ടു CA ആണ്. അപ്പോൾ AB സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? BC സ്ക്വയർ മൈനസ് BD സ്ക്വയർ. ഇനി ഈ BC എന്ന് പറയുന്നത് എന്താണ്? BC എന്ന് പറയുന്നത് ഇവിടെ BD DCക്ക് ഈക്വൽ ആണ്. കാരണം AD പെർപെൻഡിക്കുലർ ടു BC ആണ്, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഹാഫും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ BC എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? BC ഈക്വൽ ടു BD പ്ലസ് DC ആണ്. BD പ്ലസ് DC എന്ന് പറഞ്ഞാൽ BCനെ നമുക്ക് 2DC എന്ന് എഴുതാം. അതായത് 2DC ഹോൾ സ്ക്വയർ മൈനസ് BD എന്ന് പറയുന്നത് എന്താണ്? BD CD ഈക്വൽ ആണ്. അപ്പോൾ DC തന്നെ. അപ്പോൾ 4DC സ്ക്വയർ മൈനസ് DC സ്ക്വയർ. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? 3DC സ്ക്വയർ. നമ്മുടെ ആൻസർ 3DC സ്ക്വയർ. Then equilateral triangle ABC if AD perpendicular to BC then ഇതിൽ ഏതാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ABC അതിൽ AD പെർപെൻഡിക്കുലർ ടു BC ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ആൻസറിൽ AB സ്ക്വയറും AD സ്ക്വയറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ BD എന്നതിനെ നമ്മൾ മാറ്റണം. അപ്പോൾ BDനെ എങ്ങനെ മാറ്റാം? AD സ്ക്വയർ പ്ലസ് BD എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് BC ആണ്. BD ഈക്വൽ ടു ഹാഫ് ഓഫ് BC. അപ്പോൾ ഹാഫ് BC സ്ക്വയർ എന്ന് വന്നു ഇവിടെ. അപ്പോൾ എന്ത് കിട്ടി? AD സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ബൈ 4. ഇനി ഈ BC ഇവിടെ AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ബൈ 4. BC എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? BC AB എല്ലാം ഈക്വൽ ആണ്, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ BC എന്നുള്ളത് നമ്മൾ എന്താക്കുന്നു? ഇനി അവിടെ AB സ്ക്വയർ ബൈ 4 എന്ന് കൊടുക്കുന്നു. ഇനി LCM എടുക്കുക. LCM എടുക്കുമ്പോൾ ഇവിടെ 4 ഡിനോമിനേറ്ററിൽ 4 വരും. 4AD സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു AB സ്ക്വയർ. അപ്പോൾ എന്തായി? 4AB സ്ക്വയർ ഈക്വൽ ടു 4AD സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. അപ്പോൾ ഈ AB സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 4AB സ്ക്വയർ മൈനസ് AB സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3AB സ്ക്വയർ ആയി.
ഈക്വൽ ടു 4AD സ്ക്വയർ. അപ്പോൾ 3AB സ്ക്വയർ ഈക്വൽ ടു 4AD സ്ക്വയർ. 3AB സ്ക്വയർ ഈക്വൽ ടു 4AD സ്ക്വയർ എന്നാണ് ആൻസർ വരുന്നത്. In a triangle ABC, perpendicular from A on BC meets BC at D. If BD equal to 8 cm, DC is equal to 2 cm and AD equal to 4 cm, then triangle ABC എന്ന് പറയുന്നത് എന്താണ്? ഐസോസിലസ് ആണോ, ഈക്വലേറ്റർ ആണോ, AC is equal to 2AB ആണോ, അല്ലെങ്കിൽ ABC റൈറ്റ് ആംഗിൾഡ് അറ്റ് A ആണോ? അതായത് ഇവിടെ ABC എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ബി സിയിൽ ഡി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ നമ്മൾ ബി സി ബി ഡി ആണ് 8 സെന്റിമീറ്റർ. ബി ഡി 8 സെന്റിമീറ്ററും ഡി സി 2 സെന്റിമീറ്ററും ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഫിഗർ വരിക. അതായത് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ, അതിൽ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ് ഡി എന്ന പോയിന്റിൽ, അതായത് ഡി എന്ന പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. ബി ഡി 8ഉം സി ഡി 2 ആണുള്ളത്. ഇനി ഇവിടെ നമുക്ക് എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 4 എന്ന് തന്നിട്ടുണ്ട്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആവുമ്പോൾ എ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ആണ്. എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ is equal to 16 plus 4 എന്ന് പറയുന്നത് 20 ആണ്. എ സി സ്ക്വയർ നമുക്ക് 20 എന്ന് കിട്ടി. ഇനി എ ബി സ്ക്വയർ കണ്ടുപിടിക്കാം. ഈ എ സി എ ബി ബി സി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ബി സി ഇപ്പോൾ 10 ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി എ ബി കിട്ടാൻ വേണ്ടി എ ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. എ ഡി ബി എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ആണ്. അപ്പോൾ എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 square plus 8 square is equal to 16 plus 64. 16 plus 64 എന്ന് പറയുമ്പോൾ 80 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാം. റൈറ്റ് ആംഗിൾ അറ്റ് എ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? ബി സി, അതായത് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 80 എന്ന് പറഞ്ഞാൽ 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി എന്നുള്ളത് റൈറ്റ് ആംഗിൾ അറ്റ് എ ആണ്. കാരണം എയിലാണ് ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടന്യൂസ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ അറ്റ് എ. അടുത്തത് In a triangle ABC, AD is the bisector of angle BAC if AB equal to 6 cm, AC is equal to 5 cm and BD equal to 3 cm. അതായത് ABCയിൽ ABC AD is the bisector of BAC എന്നാണ് പറയുന്നത്. AD ബൈസെക്ടർ ആണ്. അപ്പോൾ BACനെ ബൈസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? AB 6 സെൻറ്റിമീറ്റർ, AC 5 സെൻറ്റിമീറ്റർ, BD എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. നമുക്കിവിടെ CD ആണ് കാണേണ്ടത്. അപ്പോൾ ബൈസെക്ടർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയും? AB by AC ഈക്വൽ ടു BD by DC ആണ്. BD by DC. അപ്പോൾ AB എന്ന് പറയുന്നത് 6 by 5 ഈക്വൽ ടു BD എന്ന് പറയുന്നത് 3 by DC. അപ്പോൾ DC 6 DC is equal to 3 into 5. അപ്പോൾ DC is equal to 3 into 5 divided by 6. 2 കൊണ്ട് ക്യാൻസൽ ആയി. ഇവിടെ 2.5. അപ്പോൾ നമ്മുടെ ആൻസർ 2.5. If triangle ABC is an isosceles triangle and D is a point on BC such that AD perpendicular to BC. അതായത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതിൽ AD പെർപെൻഡിക്കുലർ ടു BC ആണ്. സച്ച് ദാറ്റ് ഇതിൽ ഏതാണ് നമുക്ക്, അതായത് AB സ്ക്വയർ, ഇത് AD പെർപെൻഡിക്കുലർ ടു BC എന്നത് റൈറ്റ് ട്രയാങ്കിൾ ആയി. AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ആണ്. അപ്പോൾ AD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? AD അതായത് AB സ്ക്വയർ മൈനസ് AD സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ BD സ്ക്വയർ ആണ് വരുന്നത്. BD സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക്
ബി ഡി ഏതിന് ഈക്വൽ ആണ്? ഡി സിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി സി. ഇതാണ് അതിൻ്റെ ആൻസർ. എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി സി. ഇൻ ഫിഗർ ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ എ ബി സി. ദെൻ സി ഇ ആണ് നമുക്കിവിടെ കാണുന്നത്. ആംഗിൾ എ ഡി ഇ ഈക്വൽ ടു ആംഗിൾ എ ബി സി ആണ്. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ലൈനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുമ്പോൾ ആ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഡി ഇ പാരലൽ ടു ബി സി എന്ന് പറയും. ഡി ഇ പാരലൽ ടു ബി സി ആണെങ്കിൽ ബൈ ബി പി ടി തിയറം നമുക്ക് എങ്ങനെ പറയാം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൽ എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണ്. അപ്പോൾ ഇവിടെ എ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 2/3 ഈക്വൽ ടു 3/EC. അപ്പോൾ ഇ സി എന്ന് പറഞ്ഞാൽ 2EC ഈക്വൽ ടു 9. EC ഈക്വൽ ടു 9/2. EC ഈക്വൽ ടു 9/2 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.